മലേഷ്യയിൽ നിന്നെത്തിയ അനുവിനെയും നിഖിലിനെയും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും കൂട്ടി മടങ്ങി വരുമ്പോഴാണ് അപകടം. ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, വളരെ ദാരുണമായ ഒരു വാർത്തയിലേക്കാണ് രാവിലെ പോകുന്നത്. പ്രത്യേകിച്ച് ഇത്തരം ശബരിമല തീർത്ഥാടക കാലത്ത് അപകടങ്ങൾ കൂടുതലായുള്ള വാർത്തകളൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ കാറിൽ സഞ്ചരിച്ച ആളുകൾക്കാണ്, അതും ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് ദാരുണാന്ത്യം. എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് ജോസി? ജിൽസി, അതീവ സങ്കടകരമായ വാർത്തയാണ് നമ്മൾ ഈ പുലർച്ചെ പങ്കുവെക്കുന്നത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലായിരുന്നു ഇന്ന് പുലർച്ചെ 4:30 അപകടമുണ്ടായത്. കോന്നി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കൂടൽ എന്ന് പറയുന്ന പ്രദേശത്താണ് അപകടമുണ്ടായത്. ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് 4 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. മല്ലശ്ശേരി വട്ടക്കുളഞ്ഞി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. നവദമ്പതികളായ 2 പേര്, അനു, നിഖിൽ, അതോടൊപ്പം അവരുടെ പിതാക്കന്മാർ എന്നിവരാണ് മരണപ്പെട്ടത്. അനുവും നിഖിലും തിരുവനന്തപുരത്ത് എന്താ പറയുക വിമാനത്താവളത്തിൽ നിന്ന് അനുവിനെയും നിഖിലിനെയും കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു പിതാക്കന്മാർ ചേർന്ന്. അവർ കഴിഞ്ഞ ദിവസം മലേഷ്യയിൽ യാത്ര പോയതിനു ശേഷം തിരികെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴാണ് ഈ അപകടമുണ്ടായെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപകട സ്ഥലത്ത് നിന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. അതിനുശേഷം താലൂക്ക് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും പിന്നീട് ഇവരുടെ മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും അവസരോചിതമായ ആളുകൾ ഓടിക്കൂടിയൊക്കെ ചെയ്തു, രക്ഷാപ്രവർത്തനം ചെയ്തതെങ്കിലും ഗൗരവ തരത്തിലുള്ള പരിക്കായിരുന്നു. അപകടത്തിന്റെ കാരണം അമിത വേഗതയാണ് എന്നുള്ള കാര്യം അടക്കം പരിശോധിക്കുന്നുണ്ട്, വാഹനങ്ങളുടെ വേഗത അടക്കം പരിശോധിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം ജോസി, ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടാൽ അറിയാം, ആ കാർ പൂർണ്ണമായി തകർന്നിരിക്കുന്നു. അത് വെട്ടിപ്പൊളിച്ചാണ് ആളുകളെ പുറത്തെടുത്തത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് അത് നേർക്ക് നേർ വന്നിടിക്കുകയായിരുന്നു? നേർക്കുനേർ ഇരുവാഹനങ്ങളും കൂട്ടിയിടിച്ചതാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണ് ഇത്തരം ഗൗരവതരത്തിലുള്ള പരിക്കിരുവർക്കും ഉണ്ടായത്. പറഞ്ഞതുപോലെ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു. നേരത്തെ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുമായി സംസാരിച്ചപ്പോൾ കാറിന്റെ ഡോർ ലോക്കായതിനാൽ ചില്ല് പൊട്ടിച്ച ശേഷം ഡോർ തുറന്നാണ് ആളുകളെ പുറത്തെടുത്തത്. അതോടൊപ്പം തന്നെ ചില ഒരു വശത്തെ ഡോറിന് തുറക്കാൻ ബുദ്ധിമുട്ടായതിനാൽ അത് പൊളിച്ചു. അങ്ങനെയാണ് ആളുകളെ പുറത്തേക്ക് എത്തിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഇരുവരുടെയും പിതാക്കന്മാർ തിരുവനന്തപുരത്തേക്ക് എത്തിയതും ഇന്ന് പുലർച്ചെ ഇവരെ കൂട്ടിക്കൊണ്ട് വരികയുമായിരുന്നു. എന്തായാലും ഒരു വളരെ സന്തോഷം പ്രതീക്ഷിച്ച് ഞായറാഴ്ച ദിവസം കുടുംബാംഗങ്ങളെ കാണാൻ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഒരു ഒത്തുചേരലിന് ഇരുന്ന് ഈ മുല്ലപ്പുരശ്ശേരിയിലെ വീട്ടിൽ നിന്ന് ദുഃഖം തളം കെട്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. വിവരങ്ങൾ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അറിഞ്ഞ് കുടുംബത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് ദാരുണമായ സംഭവത്തിന്റെ ഞെട്ടലിലാണ് നാടും നാട്ടുകാരും പ്രാദേശിക ജനപ്രതിനിധികളുമായൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ഈ മറ്റ് സംസ്കാര ക്രമീകരണങ്ങൾ, മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളടക്കമുള്ള മറ്റ് ക്രമീകരണങ്ങളുടെ കാര്യങ്ങൾ കളക്ടറും മറ്റുമായി ആലോചിച്ചുകൊണ്ട് വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയതായാണ് അവർ അറിയിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കാരണം പോലീസ് പരിശോധിക്കുന്നുണ്ട്. വേഗതയാണോ, മറ്റെന്തെങ്കിലും മഞ്ഞിന്റെ വീഴ്ച കാഴ്ച മറക്കുന്ന എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ധാരാളം വാഹനങ്ങൾ പോകുന്ന, പ്രത്യേകിച്ച് ശബരിമല സീസണിൽ ധാരാളം വാഹനങ്ങൾ പോകുന്ന പാതയാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അപകടം പുലർച്ചെ 4:30 ഉണ്ടായപ്പോൾ തന്നെ ആളുകളെ രക്ഷാപ്രവർത്തനത്തിൽ ഓടിയെത്താൻ ആളുകൾക്ക് കഴിഞ്ഞുവെങ്കിലും ഗൗരവ തരത്തിലുള്ള പരിക്ക് വിനയായി. രക്തം ധാരാളമായി നഷ്ടപ്പെട്ടു. ആശുപത്രിയിലെത്തിക്കും മുമ്പ് മരണം സംഭവിച്ചിരുന്നതായി ജോസി, നമുക്കറിയാം ഈ പുലർച്ചെയുള്ള യാത്രകൾ, പ്രത്യേകിച്ച് പുലർച്ചെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉറങ്ങിപ്പോകാനൊക്കെ സാധ്യതയുള്ള സമയം എന്ന് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാരണങ്ങൾ എന്തെങ്കിലും ആവാനുള്ള സാധ്യതയുമുണ്ട്. ഒരു പക്ഷേ അമിത വേഗതയാവാം, അശ്രദ്ധയാവാം, ഉറങ്ങിപ്പോയതാവാം, അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ കൂടിയുണ്ട്. അതെന്താണ് എന്നുള്ള കാര്യമൊക്കെ ഇനിയിപ്പോൾ അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കണം. എന്തായാലും ജോസി പറഞ്ഞതുപോലെ ഇന്ന് വലിയൊരു സന്തോഷ ദിനമാകേണ്ടതായിരുന്നു. ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ അനുവിനെയും നിഖിലിനെയും വിളിക്കാനായി പോയ അവരുടെ 2 പേരുടെയും അച്ഛന്മാർ കൂടിയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിലേക്ക് ഒരു ഞായറാഴ്ച ദിവസം, ഇന്ന് വലിയ ആഘോഷമാകേണ്ട ഒരു ദിവസം, ഇങ്ങനെ ഒരു ദുഃഖം വന്നു കയറിയിരിക്കുന്നു. അപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളിൽ എന്തെങ്കിലും പ്രാഥമിക നിഗമനങ്ങൾ ഉണ്ടോ ജോസി?
യെസ്, ജോസിയിലേക്ക് ഞാൻ മടങ്ങിയെത്താം. അജി കുഞ്ഞുമോൻ കൂടെ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജി, വളരെ ദാരുണമായ ഒരു അപകടം ഉണ്ടായിരിക്കുന്നു. അപകടത്തിന് നിരവധി കാരണങ്ങൾ ഉണ്ടായേക്കാം. ഒരുപക്ഷെ അതെന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്നാലും ഒരു പ്രാഥമിക നിഗമനം എന്നുള്ള രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ പറയുന്നുണ്ടോ? ജിൽസി, ഈ മല്ലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖം നിറഞ്ഞ ഒരു വാർത്തയാണ് ഈ ഞായറാഴ്ച പുലരുമ്പോൾ ഇവിടുത്തെ നാട്ടുകാർ കേട്ടത്. ജിൽസി സൂചിപ്പിച്ച പോലെ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഇത്തരത്തിലുള്ള അപകട കാരണം ഉണ്ടായത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഇത് പുലർച്ചെ 4:00 കൂടിയായിരുന്നു അപകടം നടന്നത്. പുലർച്ചെ 4:30 അപകടം നടന്നപ്പോൾ തന്നെ ഈ പ്രദേശവാസികൾ എല്ലാവരും ചേർന്ന് ഈ വാഹനം വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് വാഹനത്തിൽ ഉണ്ടായിരുന്ന 3 പേർ തൽക്ഷണം മരിക്കുകയായിരുന്നു. അതിൽ നീതുവിനാണ് ജീവൻ ഉണ്ടായിരുന്നത്. നീതുവിനെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് നീതുവിന്റെ ജീവനും നഷ്ടമായി. ഏതായാലും രാവിലെ ഉണ്ടായ ഈ അപകടത്തെ പറ്റി അന്വേഷിക്കാൻ ഇപ്പോൾ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ മന്ത്രി വീണ ജോർജിന്റെ മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട മണ്ഡലം. കോന്നി MLA നിയോജക മണ്ഡലത്തിൽ വരുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ എന്തായാലും മന്ത്രിമാർ അടക്കമുള്ള ആളുകൾ അവിടോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട SP ഈ സ്ഥലത്ത് പരിശോധന നടത്തി വരികയാണ്. ഈ നീതുവിന്റെയും ഒപ്പം തന്നെ നിഖിലിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് വളരെ ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ. ഇവരുടെ മധുവിധു ആഘോഷിക്കാൻ വേണ്ടിയായിരുന്നു ഇവർ മലേഷ്യയിലേക്ക് പോയത്. ഇവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവരുടെ നീതുവിന്റെ പിതാവായ ബിജുവും ഒപ്പം തന്നെ നിഖിലിന്റെ പിതാവായ മത്തായിയും രാവിലെ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പോയത്. ഇവർ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഏറ്റവും ദാരുണമായ സംഭവം എന്ന് പറയുന്നത് വീട്ടിൽ നിന്നും ഈ അപകടം നടന്ന സ്ഥലം എന്ന് പറയുന്നത് 7 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീട് അടുക്കാറായപ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഈ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരായിരുന്നു. അവർ സന്നിധാനത്ത് ദർശനം നടത്തി തിരിച്ചു പോകും വഴിയാണ് അപകടം ഉണ്ടായത്. അവരെ കോന്നിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വലിയ പരിക്കുകൾ ഇവർക്ക് ഇല്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത പണി കഴിഞ്ഞിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല. എന്റെ നാട് കൂടിയാണ് ഈ പറയുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിരവധി തവണ അപകടങ്ങൾ പതിവാകുന്ന ഒരു മേഖല കൂടിയാണ്. അലൈൻമെന്റുകളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മരണം സംഭവിക്കുന്ന അപകടം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. ഇതിനു മുൻപ് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു. ഈ അപകടങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ജനപ്രതിനിധികൾ ഇടപെട്ട് ബോധവൽക്കരണം അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിനെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സുരക്ഷാ മുൻകരുതലുകളൊക്കെ പലപ്പോഴും എടുക്കാറുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഈ അപകടത്തിനൊരു പരിഹാരമായി വരുന്നില്ല. ഈ പ്രത്യേകിച്ച് മണ്ഡലകാലം ആരംഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ ഉപയോഗിക്കുന്ന ഒരു റോഡാണ്. പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിൽ നിന്നും മധുര വഴി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി ഈ വഴിയിലൂടെയാണ്. അതായത് ഈ പത്തനാപുരം, പുനലൂർ, കോന്നി വഴി നേരെ പത്തനംതിട്ട, എരുമേലി അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലകാലങ്ങളിൽ വലിയ രീതിയിലുള്ള അപകടങ്ങളും ഇവിടെ പതിവാണ്. ഏതായാലും മല്ലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കുടുംബത്തിലെ 4 പേർ മരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ വരുന്നത്. ഡിസയർ കാറായിരുന്നു അപകടത്തിൽപ്പെട്ടത്. കാർ പൂർണ്ണമായും തകർന്നു. കാറിന്റെ ബാക്ക് സീറ്റിലായിരുന്നു നീതു ഉണ്ടായിരുന്നത്. നീതുവിനാണ് ഇവരെ കൂടാതെ മറ്റാരെങ്കിലും ഈ കാറിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഒരു വ്യക്തത വന്നിട്ടില്ല. അതിലും ഈ വ്യക്തത വരേണ്ടതിരിക്കുന്നു. ഏതായാലും ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും അല്പസമയം കഴിയുമ്പോൾ RTOയുടെ നേതൃത്വത്തിൽ ഈ വാഹനം പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ.